ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമ ബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJPക്ക് ജയം. ദേവാങ്ഷു പാണ്ഡെയുടെ ജയം 1 ലക്ഷത്തിൽ പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. Secretary and I therefore welcome the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities. മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21, 22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റു ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3-ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമ ബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാങ്ഷു പാണ്ഡെ 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21-ന് റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 3 ലക്ഷം രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റേതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ.
പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തു നിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125ാം പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25ാം ഗ്രാൻഡ് സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലൻഡിന്റെ മൈക്കൽ വീനസിനൊപ്പവും N. ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസെലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27നും 28നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 26നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10ന് നടയടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമ ബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJPക്ക് ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 1 ലക്ഷത്തിൽ പരം വോട്ടിന്.
കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.